الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗാവകാശികളാകുന്ന മുത്തഖികളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ഹാജിമാർ മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയോ പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹജ്ജിന് ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യ ഹജ്ജിനാവശ്യമായ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടങ്ങളിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ പഠന ക്ലാസുകൾ നൽകുകയും പരിശീലനങ്ങൾ നൽകുകയും ഒരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അവസാനവട്ട തിരക്കുകളിലാണ്. ഏകദേശം 1.25 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി അനുമതി നേടിയവരാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങളിലൂടെ പല പ്രയാസങ്ങളിലൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന മുഴുവൻ ഹാജിമാർക്കും അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ ആ കർമ്മം പൂർത്തിയാക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ. അവരുടെ ഹജ്ജും ഉംറയും ഒക്കെ പരിപൂർണമായ കുറ്റമറ്റ അമലുകളായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജ് എന്നത് ഒരു മുസ്ലിമിന് അവന്റെ വിശ്വാസത്തിന്റെ ദീനിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. ഇസ്ലാം എന്നത് ഒരു കെട്ടിടമാണ് എന്ന് വിചാരിക്കുക. ആ കെട്ടിടം നിൽക്കുന്നത് 5 തൂണുകളിലാണ്. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 തൂണുകളിലാണ്. അതിലൊന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. രണ്ടാമത്തേത് നമസ്കാരം കൃത്യമായി 5 നേരം നിസ്കരിക്കലാണെന്നല്ല, അള്ളാഹു അവിടെ പ്രയോഗിച്ച പദം തന്നെ, പ്രവാചകൻ പഠിപ്പിച്ച പദം തന്നെ നമസ്കാരം നിലനിർത്തലാണ് എന്നാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സകാത്ത് കൊടുക്കലാണ്. നാലാമത്തേത് റമളാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പാണ്. അഞ്ചാമത്തേത് സാമ്പത്തികമായും ശാരീരികമായും മറ്റു ഭൗതികമായ ഘടകങ്ങളും ഒരാൾക്ക് സൗകര്യപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ അയാൾ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കണം, നിർബന്ധമാണത്. ഈ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനം, മൻ അതാഖൽ ഹജ്ജ് ഫലം യഹജ്ജ്, ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കുവാനുള്ള ശേഷിയുണ്ടായി, സാമ്പത്തികവും ശാരീരികവും മറ്റു ചുറ്റുപാടുകളുമൊക്കെ അനുകൂലമായി അയാൾക്ക് വേണമെങ്കിൽ ഹജ്ജിന് പോകാം, ആ ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ അവൻ ഹജ്ജിന് പോയില്ല, അവൻ ശ്രമിച്ചില്ല, ഹജ്ജ് ചെയ്തില്ല. അവനെക്കുറിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സവാഉൻ അലൈഹി യഹൂദിയൻ മാത ഔ നസ്രാനിയൻ, ഒരു യഹൂദിയായി മരിച്ചവനെ പോലെ അല്ലെങ്കിൽ നസ്രാനിയായി മരിച്ചവനെ പോലെയാണ്. ഹജ്ജ് ചെയ്യാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തി ഒരുത്തൻ ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ ഒരു യഹൂദിയോ നസ്രാനിയോ ഒക്കെ മരിച്ചതുപോലെയാണെന്ന, അവനെ മുസ്ലിമായി മരിച്ചതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം ഹജ്ജ് എന്നത് ഇസ്ലാമിന്റെ ഒരു റുക്നാണ്, അതിന്റെ നിർബന്ധമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് നിർവഹിക്കുവാൻ സാധിക്കുന്ന ഏതൊരു മനുഷ്യനും, എന്താണ് ഈ സാധിക്കുക എന്നത്? ഒന്ന്, ശാരീരികമായ ശേഷിയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് നിർവഹിക്കേണ്ട നിസ്കാരം പോലത്തെ ഒരു കർമ്മമല്ല. ഇത്തിരി 4-5 പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി 5-6 ദിവസങ്ങൾ കൊണ്ട് നിർവഹിച്ചു തീർക്കേണ്ട ഒരു കർമ്മമാണ് എന്ന് മാത്രമല്ല, ഓരോ രാജ്യത്തു നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കണം മക്കയിലെത്താൻ. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 6000-ഓളം കിലോമീറ്ററാണ് മക്കയിലേക്കുള്ള ദൂരം. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യാനും അവിടെ എത്തി ആ ദിവസങ്ങൾ അവിടെ താമസിക്കാനും ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള ശാരീരിക ശേഷി ഉണ്ടാവുക ഒന്ന്. രണ്ടാമത്തേത്, ആ കാര്യങ്ങൾ നിർവഹിക്കാൻ സാമ്പത്തികമായ ശേഷി ഉണ്ടാവുക. മൂന്നാമത്തേത്, രണ്ടും 2 രാജ്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി കിട്ടണം, സൗദി അറേബ്യൻ ഗവൺമെന്റിന്റെ അനുമതി കിട്ടണം. ഈ 2 അനുമതികളും ലഭ്യമാവുക. ഈ കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി. പൊതുവെ നമ്മുടെയൊക്കെ നാട്ടില് സാധാരണയായി ആളുകളൊക്കെ മനസ്സിലാക്കല്, ഹജ്ജിന് പോകണ്ടേ, ഹജ്ജിനൊന്നും പോകാനായിട്ടില്ലേ, ഇനി എത്രങ്ങാനും ബാധ്യതകളുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, മകന് പേരായിട്ടിട്ടില്ല, വീടിന്റെ മുറ്റത്ത് ടൈലിട്ടിട്ടില്ല, മാർബിൾ ഇട്ടിട്ടില്ല, എന്തൊക്കെ പണി തീരാണ്ട്, അതിന് മുമ്പ് ഹജ്ജിന് പോവുക. അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്നിനും പറ്റാത്തൊരു കാലത്ത് എന്നാ ഒരു ഹജ്ജ് കൂടി ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ബാപ്പാനെ ഹജ്ജിന് കൊണ്ടുപോകുന്ന മക്കളൊക്കെ സത്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണേ, മൻ അറാദൽ ഹജ്ജ, ഹജ്ജ് ചെയ്യൽ എനിക്ക് നിർബന്ധാണ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ, ആ ഹജ്ജ് ചെയ്യൽ എൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ, പിന്നെ അവൻ അത് മാറ്റിവെക്കാതെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. കാരണം നാളെ അവനെ തേടി വരുന്നത് ഒരുപക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ തളർത്തിക്കളയുന്ന രോഗങ്ങളാവാം. പെട്ടെന്നല്ലേ രോഗങ്ങളൊക്കെ വരിക, ഓർക്കാതെ ഒന്നിനും സമയം കിട്ടാതെയാണ് രോഗത്തിന്റെ റിസൾട്ടുകൾ നമ്മളെ തേടി വരിക. അല്ലെങ്കിൽ ഒരു ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പൊ നിപ്പ വൈറസ് ഒക്കെ ഉണ്ടായ കാലത്ത് 2 വർഷം ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ഇന്ന് സാമ്പത്തിക ശേഷിയുണ്ട്, അടുത്ത വർഷത്തെ ഹജ്ജാകുമ്പോഴേക്ക് സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നേക്കാം. അതൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധ്യമാകുന്ന ആദ്യ സമയത്ത് ആ ഹജ്ജിന്റെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുക. അൽ ഹജ്ജു വാജിബുൻ അലൽ ഫൗരി വമൻ തഅഖറ ബിലാ ഉദ്രി ഫഇന്നഹു ഇസ്മുൻ. ഈ വിഷയത്തിൽ പഠനം നടത്തിയ പണ്ഡിതന്മാരുടെ ഒരു ഫത്വയാണത്.
എന്താണെന്നറിയോ? അൽ ഹജ്ജു വാജിബുൻ അലൽ ഫൗരി, സാധ്യമാകുന്ന ഏറ്റവും ആദ്യ സമയത്ത് തന്നെ ഹജ്ജ് നിർവഹിക്കലാണ് നിർബന്ധം. വമൻ തഅഖറ ബിലാ ഉദ്രി, കാരണങ്ങളൊന്നുമില്ലാതെ പിന്നെ ആവാ അടുത്തൊല്ലാവാ പിന്നെ ആവാ കുറച്ച് കഴിഞ്ഞാവാ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ ആ ഹജ്ജ് അങ്ങനെ നീട്ടിക്കൊണ്ടയാലേ അത് ഫൈന്നഹു ഇസ്മുൻ, അതൊരു വലിയ കുറ്റാണ്. അവനാ ഹജ്ജ് നിർവഹിക്കാത്ത ആ അവസരങ്ങളൊക്കെ ഒരു കുറ്റമായിട്ടും ആ ഹജ്ജ് നിർവഹിക്കും മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ അതൊരു വലിയ അപൂർണമാവാൻ, അവന്റെ ഇസ്ലാമിനെ അപൂർണമാക്കുകയും അതൊരു കടുത്ത കുറ്റമാവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോടൊക്കെ ബോധ്യപ്പെടുത്താനുള്ളത്, പണ്ടത്തെ പോലെയല്ല ഹജ്ജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് നിർവഹിക്കാൻ സാധിക്കാത്ത വലിയ ഒരു കടമ്പയല്ല. ഒരു 5 സെന്റ് സ്ഥലം വിറ്റാൽ, ഒരേക്കർ സ്ഥലമുള്ള ഒരു 5 സെന്റ് സ്ഥലം വിറ്റ് ഹജ്ജിന് പോട്ടെ. ഒരു സ്ത്രീയുടെ കയ്യിലെ 1-2 വളയൂരി വിറ്റപ്പോൾ ഹജ്ജിന് പോകാം. 3-3.5 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 4 ലക്ഷം റുപ്യന്റെ താഴെയാണ് ഗവൺമെന്റ് ഒക്കെ ഹജ്ജിന് ഈടാക്കുന്നത്. ഇന്നത്തെ സ്വർണത്തിന്റെ ഒക്കെ വില എത്ര? അപ്പോ അള്ളാഹുവിന്റെ ദീന്, ആ ദീന് പൂർത്തിയാവുക എന്നത് നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമല്ലേ? ദീന് പൂർണ്ണമായ ഒരു പരിപൂർണ മുസ്ലിമായിട്ട് ജീവിക്കണമെന്നും ഒരു പരിപൂർണ മുസ്ലിമായിട്ട് മരിക്കണമെന്നും അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ? ആ ഒരു വീട് 5 വീടുമ്പ നിൽക്കേണ്ട, 5 തൂണുമ്പ നിൽക്കേണ്ട ഒരു വീട് 4 തൂണുമ്പ നിൽക്കുന്നിടത്തോളം ആ വീട് അപൂർണമാണ് എന്നും അത് ബലഹീനമാണ് എന്നും ആർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സാധ്യമാകുന്ന കാലത്ത്, ചിലപ്പോൾ ഒരു കാലത്ത് സാധ്യമാകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടോ സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ടോ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തരമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അപ്പൊ നമ്മൾ പറയും, എനിക്ക് ഞാൻ അപേക്ഷിച്ച് കിട്ടാഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ പറ്റാഞ്ഞിട്ടല്ലേ? പറ്റിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു, അന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ മനസ്സിൽ കുറിച്ചു വെക്കുക, എന്നെ കൊണ്ട് സാധിക്കുന്ന ആദ്യ സമയത്ത് ഒരു ഹജ്ജ് കർമ്മം ഞാൻ നിർവഹിക്കും. അതിനാവശ്യമായ ഒരുക്കങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ വീടുകളെ അലങ്കരിക്കാനും നമ്മുടെയൊക്കെ കാറുകളെ പുതിയതാക്കാനും നമ്മുടെ വീട്ടിലൊക്കെ ആഘോഷങ്ങളിൽ അനാവശ്യമായി ആഘോഷിക്കാനുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന ആ പണത്തിന്റെ ഒരു ഭാഗം മതിയാവും അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കാൻ. നിങ്ങൾക്കറിയോ, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾ, ആ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ കൂടുതലായിട്ട് ഉച്ചരിക്കേണ്ട ഒരു ദിക്റുണ്ട്. എന്താണെന്നറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്താണ് ഈ ലബ്ബൈക എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക്? അറബ് നാടുകളിലൊക്കെ സ്കൂളുകളിൽ ഹാജർ വിളിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ പേര് അബ്ദുറഹ്മാൻ എന്ന് ടീച്ചർ ഹാജർ വിളിച്ചാൽ ഹാജർന്നോ പ്രസന്റ്ന്നോ ആ കുട്ടി മറുപടി പറയും. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഈ ലബ്ബൈക്. ഒരാളെ വിളിച്ചാൽ ലബ്ബൈക്, ദാ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ദാ വരുന്നു, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ദാ ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞാൻ ദാ വരുന്നു. ഏതാണ് ആ ലിസ്റ്റ് നിറങ്ങൾ? അതെ, ഒരു ഹജ്ജ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ്. അനാവശ്യമായതൊന്നുമില്ലാതെ, വേണ്ടാത്തരങ്ങളൊന്നുമില്ലാതെ, തർക്കങ്ങളും അനാവശ്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. റജഅ, ആ ഹജ്ജ് കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് മടങ്ങുന്നത് കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആദ്യ ദിവസത്തെ പോലെയാണ്. ഒരു കുട്ടിനെ ഒരു ഉമ്മ പ്രസവിച്ച ദിവസം ഉണ്ടല്ലോ, നോക്കിങ്ങള്, ഒരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല, ഫ്രഷാണ്, പുതിയതാണ്, ഒരു തെറ്റിന്റെ തരി പോലും അവന്റെ ജീവിതത്തിൽ ഇല്ല. അതുപോലെയാണ് നല്ല രൂപത്തിൽ അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളൊക്കെ വിട്ടുനിർത്തി ഒരാൾ നല്ല രൂപത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ, ആ ഹജ്ജ് നിർവഹിച്ചു കഴിയുമ്പോൾ അവന്റെ അവസ്ഥ എന്താ അറിയോ? സകല പാപങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുത്ത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആദ്യത്തെ ദിവസം പോലെ അവൻ ക്ലീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, ഹജ്ജുൻ മബ്റൂർ.
പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്, വേണ്ടാത്തരങ്ങളില്ലാത്ത, അനാവശ്യങ്ങളില്ലാത്ത, നന്മകൾ നിറഞ്ഞ ഒരു ഹജ്ജ്. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ വേറെ ഒരു പ്രതിഫലമില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരുപാട് അടിമകളെ സ്വർഗത്തിലേക്കുള്ള പട്ടികയിലേക്ക് പേരെഴുതുമ്പോ ലബ്ബൈക് അള്ളാഹുവേ ഞാനുദാ വരുന്നു എന്ന് പറഞ്ഞ് ആ പട്ടികയിലേക്ക് ഇടം നേടാൻ ഒരു മനുഷ്യന്റെ ശ്രമമാണ് ഹജ്ജ്. ആ സ്വർഗത്തിലെത്താൻ അവനെ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ ഒന്നായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഹജ്ജ് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, പുരുഷന്മാർക്ക് ജിഹാദ് ഉണ്ടല്ലോ, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ജിഹാദുകളിൽ അവർ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ സ്ത്രീകൾക്ക് ആ അവസരം ഇല്ലല്ലോ, ഞങ്ങൾ പാവങ്ങളല്ലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹായോട് പറഞ്ഞത്, ആയിഷ, സ്ത്രീകളുടെ ജിഹാദാണ് ഹജ്ജ്. ഹജ്ജ് സ്ത്രീകളുടെ ജിഹാദാണ്. അപ്പോ ആണാവട്ടെ പെണ്ണാവട്ടെ ജീവിതത്തിൽ ഒരു ഹജ്ജ് നിർവഹിക്കാനാവുക എന്നത് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം പൂർത്തിയാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാത്രമല്ല അതൊരു മുസ്ലിമിന്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയണേ, ഫഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിമേ നീ ഉറക്ക വിളിക്ക് ലോകത്തിലെ മനുഷ്യന്മാരോട് ഇവിടെ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നീ ഉറക്ക വിളിച്ചു പറയണം. മക്കയിൽ പോയ ആൾക്കാർക്ക് അറിയാലോ, ആ കഅബ നിൽക്കുന്ന സ്ഥലം ഇപ്പത്തെ കാലത്ത് പോലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മില്യൺ ഡോളർ ചെലവഴിച്ച് വലിയ കരിമ്പാറകൾ വെട്ടി അങ്ങനെ നികത്തിയെടുത്ത സ്ഥലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബാലയം നിർമ്മിക്കുന്ന സമയത്തെ നാനാഭാഗത്തു നിന്നും കുന്നുകൾ ഇങ്ങനെ വന്നു ചേർന്ന് അതിന്റെ നടുവിൽ ഇത്തിരി വട്ടത്തിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മലയാണ്. ആ മലയുടെ ഉള്ളിൽ നിന്നാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹ് വിളിക്കാൻ പറഞ്ഞേ, വിളിക്ക്. ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട് അത്രേ, ഇവിടെ നിന്ന് വിളിച്ചാൽ ആരാ റബ്ബേ കേൾക്കുക? അവിടെ ഒരു മനുഷ്യല്ല, ഞാനും എന്റെ ഭാര്യന്റെ കുട്ടിയല്ല, അതൊരു മനുഷ്യല്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, നീ വിളിക്ക്, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ആ വിളിയാണ്. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ഒരു നോട്ടീസ് ഇല്ലാതെ, ഒരു പരസ്യമില്ലാതെ, ഒരു പബ്ലിസിറ്റി ഇല്ലാതെ, ഡിസ്കൗണ്ടുകളില്ല, ഒന്നുമില്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല ഈ ഹജ്ജിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞിട്ട് ഫഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ വിളംബരം ചെയ്യുക. അതിനുശേഷം അല്ലാഹ് പറഞ്ഞത് യഅതൂക അലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിമേ നീ വിളിക്ക്, അവർ വരും. എങ്ങനെ വരുന്നവരുടെ? വലിയ പണക്കാരായിട്ട്, കോടീശ്വരന്മാരായിട്ട്, ലക്ഷറി ഫ്ലൈറ്റുകളിൽ അവർ വന്ന് ഇറങ്ങും. നല്ല പടച്ചോൻ പറഞ്ഞേ, റിജാലൻ, കാൽനടയായിട്ട് അവർ വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ട് അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഇടുങ്ങിയ മലമ്പാതകൾ താണ്ടി അവർ വരും. ഈ ഹജ്ജിന് വരുന്ന ആൾക്കാരെ, ഹജ്ജിന് പോയ ആൾക്കാർക്ക് അറിയാം, ഹജ്ജിന് വരുന്ന ആൾക്കാരൊക്കെ പൈസക്കാരല്ല. ഹജ്ജിന് വേണ്ടി മക്കയിൽ വന്നിട്ട് അവിടുന്ന് ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് അതുമായി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളെ ഹാജിമാരുടെ കൂട്ടത്തിൽ കാണാം. പാവങ്ങളാണവര്, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവര്. ഹജ്ജിന് വേണ്ടി അറുക്കുന്ന മൃഗങ്ങളുടെ മാംസം കിട്ടിയാൽ അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊതിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഹജ്ജിന് വരുന്നുണ്ട്. ദിവസങ്ങളോളം ബസ്സുകളിൽ യാത്ര ചെയ്ത് പിന്നെ കുറെ നടന്ന് അവർ ഹജ്ജിന് വേണ്ടി എത്തുന്നുണ്ട്. അതൊരു നിയ്യത്താണ്. ആ നിയ്യത്ത് ഒരാളെ മനസ്സിലുണ്ടായാല് പിന്നെ അയാൾക്ക് കാര്യങ്ങൾ എളുപ്പയിക്കാരം. പക്ഷെ പല ആൾക്കാരും നിയ്യത്ത് എന്താ അറിയോ? ആയിട്ടില്ല, സമയമായിട്ടില്ല, ഒന്നും കൂടി വീടൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കാണ്ട് ഇപ്പൊ 1500 അല്ലേ, അത് 2500 സ്ക്വയർ ഫീറ്റ് ആക്കണം. ഇപ്പൊ ഉള്ള കാറ് പഴയതാ, അതൊന്ന് പുതിയതാക്കണം. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്ക ഹജ്ജ്.
ബാക്കി ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ആയിസാരും രേഖാമൂലം തന്നിട്ടില്ല. അതുകൊണ്ട് പ്രതിസന്ധികൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ട് വരിക. പഴയ കാലങ്ങളെ പോലെ അത്ര എളുപ്പമല്ല പുതിയ കാലത്തെ ഹജ്ജുകളൊക്കെ. അതുകൊണ്ട് ആവുന്ന സമയത്ത്, സാധ്യമാകുന്ന സമയത്ത് അത് നിർവഹിക്കുക. ഞാൻ എല്ലാ മക്കളോടൊക്കെ പറയാറുണ്ട്, ആളുകളോട് പറയാറുണ്ട്, ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ സങ്കടകരമായ കാഴ്ചകൾ കാണാറുണ്ട്. 60, 75, 80 വയസ്സായ ആൾക്കാരെ മക്കള് പൈസയും കൊടുത്തിട്ട് പറഞ്ഞയച്ചൊക്കെ ഹജ്ജിന് നടക്കാനും വയ്യ, അവർക്ക് ഇരിക്കാനും വയ്യ, തവാഫിനും വയ്യ, സഅയിനും വയ്യ, ഒന്നിനും വയ്യ. ഹറമിന്റെ മുറ്റത്ത് കുഴഞ്ഞു വീണ് മോനെ ഒന്ന് കൈ പിടിക്കുവോ, തവാഫ് ചെയ്തിട്ടില്ല, എന്റെ ഹജ്ജ് ശരിയാവോ എന്നൊക്കെ ചോദിക്കുന്ന പ്രായമായ ആളുകള്. ആരോഗ്യമുള്ള കാലത്ത് നാട്ടില് പെട്ടിക്കടയിലും നാട്ടിലായിട്ട് ഓരങ്ങനെ വെറുതെ സമയം കളഞ്ഞ് പൈസ ഒന്നും ഉണ്ടായിനി, ഏക്കർ കണക്കിന് സ്വത്തുണ്ടായിനി, പൈസ ഉണ്ടായിനി, ബാങ്കിലുണ്ടായിനി, പോയില്ല. അവസാനം ശ്വാസം മുട്ടലായി, നടക്കാൻ വയ്യാതെയായി. അപ്പോഴാ ഹജ്ജിന് പോയത്. ഇത് എളുപ്പമല്ല, കിലോമീറ്റർ നടക്കണം, മണിക്കൂറുകൾ സഞ്ചരിക്കണം. സാധ്യമാവാതെ പല ആളുകളും, പ്രായമായ ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനാവാതെ, അറഫയിലെത്താനാവാതെ, മുസ്ദലിഫയിലെത്താനാവാതെ അവരെ ഒരു കഥയാണ് ഒരു ഹജ്ജൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജിന് പോവാ. മറ്റൊരാൾ കൈപിടിക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്ത് ഹജ്ജിന് പോവാ. മറ്റൊരാളുടെ സഹായം തേടേണ്ട ആവശ്യമില്ലാത്ത സമയത്ത് ഹജ്ജിന് പോവാ. ആ ഹജ്ജ് എന്ന കർമ്മം നിർവഹിച്ചു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളി. നമ്മുടെ ഇസ്ലാം മതം പൂർത്തിയായല്ലോ. മറ്റത് അപൂർണമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഹജ്ജ് നിർവഹിക്കാൻ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു വിളംബരം ചെയ്യാൻ പറഞ്ഞതാണ്. ആ വിളംബരം സ്വീകരിച്ച് എനിക്കും ഒരു ഹജ്ജിന് പോകണം. ആ ഒന്നാമത്തെ, അതിന് പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് എടുത്ത് വെക്കണം, അതിന് ഇത്ര പൈസ വേണം, അപേക്ഷിക്കേണ്ട സമയത്ത് അപേക്ഷിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു നോക്കൂ, ആ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ചില ആളുകൾ അതിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് പോകും. ഹജ്ജും ഉംറയും ഒന്നല്ല. ഹജ്ജിന്റെ ആ നിർബന്ധ ബാധ്യത 1000 വട്ടം ഉംറ ചെയ്താലും ആ നിർബന്ധ ബാധ്യത തീരൂല. ഹജ്ജിന് ഹജ്ജ് തന്നെ ചെയ്യണം. അപ്പോ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി, നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി മാനസികമായി, ഈ വർഷത്തെ ഹജ്ജ് ചിലപ്പോ ഒരു പക്ഷേ അസാധ്യമായേക്കാം, സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഹജ്ജ് സമയത്തെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ എനിക്ക് സാധിക്കണം, അതിന് ഞാൻ ഒരുങ്ങണം. സമ്പത്ത് സമാഹരിക്കുവാനുള്ള മാർഗങ്ങൾ കാണണം, നിയമപരമായ കാര്യങ്ങൾ ചെയ്തു വെക്കണം, ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഹജ്ജ് എന്ന അള്ളാഹു എൻ്റെ മേൽ നിർബന്ധമാക്കിയ ആ ഘടകം പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏതൊരു കാര്യത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, പടച്ചോനെ എന്നെ മുസ്ലിമായിട്ട് ജീവിപ്പിക്കണേ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേന്ന്. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഹജ്ജ് നിർവഹിക്കണ്ടേ? അല്ലെങ്കിൽ അതൊരു കുറവായിട്ട് കിടക്കൂലേ? അപ്പൊ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുക കൂടി വേണം. അപ്പൊ ഒരു ഹജ്ജ് നിർവഹിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയും സാഹചര്യത്തിന് വേണ്ടിയും നമ്മൾ ഇപ്പോഴേ അതിനാവശ്യമായ ഒരുക്കങ്ങൾ, നിയ്യത്തുകളൊക്കെ നടത്തി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കെ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയാതെ വരികയോ, നമ്മൾ രോഗികളാവുകയോ, നമ്മൾ മരണപ്പെടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റവാളികളല്ല. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് സമയം കിട്ടാതെ പോയതാണ്. അതുപോലെ തന്നെ മക്കളൊക്കെ, മാതാപിതാക്കളൊക്കെ ശ്രമിച്ചിട്ട് നിർവഹിക്കാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. അവർ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ഇന്ന അബീ ശൈഖുൻ കബീറുൻ ലാ യസ്ബുതു അല റാഹില. റസൂലേ, എൻ്റെ വാപ്പ വളരെ വയസ്സായിക്കുന്നു, ഇപ്പോഴാണ് ഇപ്പോൾ ഹജ്ജിനൊക്കെയുള്ള ചുറ്റുപാടൊക്കെ, പക്ഷെ ഇപ്പൊ വാഹനത്തിൽ ഇരിക്കാൻ പോലും എൻ്റെ വാപ്പാക്ക് കഴിയില്ല, അത്രമേൽ പ്രായമായിട്ടുണ്ട്. അപ്പോ ആ വാപ്പാക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജി അൻ അബീക്, നിന്റെ വാപ്പാക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്തോ. അപ്പൊ അങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ ശാരീരികമായിട്ട് കഴിവില്ലാത്ത ആളുകൾ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയച്ച് അവർക്കൂടെ ആ നിർബന്ധമായ ഹജ്ജിന്റെ കർമ്മം ആ രൂപത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോ ഹജ്ജ് എന്നത് എൻ്റെ ഇസ്ലാമിന്റെ പൂർണ്ണതക്കുള്ള അനിവാര്യമായ ഘടകമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും പരിശ്രമിക്കാനും നമ്മളൊക്കെ ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
അമ്മ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. നമ്മുടെ രാജ്യത്ത് ഏറെ സങ്കടകരമായ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ നടുക്കത്തിലാണ് നമ്മളൊക്കെ. നിരപരാധികളായ കുറെ ആളുകളെ ആരൊക്കെയോ വന്ന് ക്രൂരമായി കൊന്നുകളഞ്ഞു. കൊലപാതകങ്ങളും ഇത്തരം ഭീകരതകളുമൊക്കെ ലോകത്ത് സാധാരണമാണ്, സർവ്വസാധാരണമാണ്. ഒരു രാജ്യത്തല്ലെങ്കിൽ ഒരു രാജ്യത്ത് അത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിരപരാധികൾ കൊല്ലപ്പെടുക, അതിൻ്റെ പേരിൽ ഒരു സമൂഹം, ഒരു സമുദായം വേട്ടയാടപ്പെടുക, ഒരു നാട്ടിലെ ജനങ്ങളുടെ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം പരിപൂർണമായി നഷ്ടപ്പെടുക, ഇതൊന്നും ഒരു ചെറിയ സംഗതിയല്ല, അത്യന്തം ഗൗരവകരമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടി ജനങ്ങൾ പാർക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം അസഹിഷ്ണുതയുടെ വിത്തുകൾ പാകി ആളുകളെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് പരസ്പരം ശത്രുക്കളാക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇനി ഉണ്ടാവരുത് എന്നും ആരാണോ അതിൻ്റെ പിന്നിൽ അവരെ വളരെ കൃത്യമായി കണ്ടെത്തി അത് ചെയ്തവരെയും അതിന് സഹായിച്ചവരെയും അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരെയും മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും അവന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരം അതിക്രമങ്ങൾ പല പ്രാവശ്യം പലയിടങ്ങളിലായി ആവർത്തിച്ച് സംഭവിക്കാറുണ്ട്. അത് സംഭവിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലും ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പതുക്കെ പതുക്കെ നമ്മളത് മറന്നുപോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു മതവും ലോകത്ത് ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതവും യഥാർത്ഥത്തിൽ ഇങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ആവശ്യപ്പെടുന്ന ഒരു മതവും ലോകത്തില്ല. എന്നാൽ എല്ലാ മതത്തിലും ചില തീവ്ര ചിന്താഗതിക്കാരായ ആളുകളുണ്ട്. അവർക്ക് മതമല്ല, അങ്ങനെ അവരെ തീവ്ര ചിന്താഗതികളാക്കിയത് രാഷ്ട്രീയമായ ചില ചിന്തകളേക്കാണ്. അവിടെ മതമല്ല, രാഷ്ട്രീയമായിരിക്കും. ആ രാഷ്ട്രീയം മതവുമായിട്ട് കൂട്ടിക്കലർത്തി അത് പ്രവർത്തിക്കൽ അവർക്ക് എളുപ്പമാണ്. നമ്മുടെ നാട്ടിലെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നത് അവര് തമിഴന്മാരല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ആ വിഭാഗത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാരാണ്. അതിനു മുമ്പത്തെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്നത് അവരൊരു മതത്തിന്റെ ആളുകളാണെങ്കിലും ആ മതമല്ല അതിന്റെ ഉത്തരവാദി, ആ മതത്തിലെ തീവ്ര ചിന്താഗതിക്കാരാണ്. അങ്ങനെ നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത്, ആ വെടിവെച്ച കൊന്നയാൾക്ക് മതമുണ്ടെങ്കിലും ആ മതമല്ല ആ കൊലപാതകത്തിന്റെ കാരണം, ആ മതത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാരാണ്. അവർക്ക് മതമല്ല. മതമുള്ള ഒരാൾക്ക് എങ്ങനെ നിരപരാധിയായ, എന്താണ് പ്രശ്നമെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത, ഇത്തിരി സന്തോഷത്തിനും സമാധാനത്തിനും കുടുംബസമേതം ആഘോഷിക്കാൻ വന്നവരെ പിടിച്ചു നിർത്തി വരിക്ക് നിർത്തി പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നവന് എന്ത് മതം, അവനെന്ത് വിശ്വാസം, അവനെന്ത് നന്മയാണുള്ളത്? ഏതെങ്കിലും ഒരു നന്മയുടെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ പാവം കുതിരക്കാരന്റെ നന്മയെങ്കിലും അവരുടെ ഭാഗത്തുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ഒരു മതവുമായിട്ട് ചേർത്ത് പറയുന്നത്? അല്ലേ? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചില ജൂദാസുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അതിന്റെ പിന്നിൽ മതമാണ്, ആ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ നിരോധിക്കപ്പെടണമെന്ന് പറയാൻ അതിനു വരെ ചില ആളുകൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി. സത്യത്തിൽ ഇസ്ലാം എന്ന മതം, നമ്മൾ ഇസ്ലാമിനെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞ ആൾക്കാരാണെങ്കിലോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ ഒരു മുസ്ലിം ഉണ്ട് എന്ന്? ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കാരണം ഈ മതം അത്രമേലല്ലേ അതിനെ കുറ്റപ്പെടുത്തിയത്. നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരാൾ കൊല്ലുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്നല്ല ഈ മതം പഠിപ്പിച്ചത്. നിരപരാധികളല്ലേ അവിടെ വെടിയേറ്റ് വീണത്. അവർക്കറിയോ എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന്? കൊല്ലപ്പെട്ട പിതാവിന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന മക്കൾ, ദാമ്പത്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സ്നേഹിച്ച് കൊതിതീരും മുമ്പേ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിന്റെ അടുക്കൽ നിശ്ചലയായിരിക്കുന്ന ഭാര്യ,
ഇവരെന്ത് തെറ്റ് ചെയ്തവരാ? ആ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ, ഒരുത്തനെ കൊന്നാൽ, 28, 27 ഒക്കെ പോട്ടെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ആ കൊന്നവന് കിട്ടുന്ന ശിക്ഷ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാണ്. ഒരു മനുഷ്യനെ മരണത്തിന്റെ വക്കിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനായാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന് എങ്ങനെയാണ് ഒരു നിരപരാധിയുടെ തലക്കു പിന്നിലേക്ക് നിറയൊഴിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒരേ ശബ്ദത്തിൽ പറയും, അതിന്റെ പിന്നിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ല. കാരണം ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവർത്തനമാണത്. അതുകൊണ്ട് തന്നെ അല്ലേ, കൃത്യമായിട്ട് ഇസ്ലാം സമാധാനം ആഗ്രഹിക്കുന്ന മത, സമാധാനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും തയ്യാറാവുന്ന മത, ആദർശം ഒഴിവാക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഹുദൈബിയ സന്ധിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പ്രവാചകനും സഹാബത്തും മക്കയിലേക്ക് വരിക, അവർ ശക്തരാണ്. ബദറും മുഹദും ഖന്തക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ശത്രുവിനെ തോൽപ്പിച്ച് അവർ ശക്തി നേടിയ ഒരു ടീമാ വരുന്നത്. അവരെയാണ് മക്കക്കാർ തടഞ്ഞത്. അവരുമായിട്ടാണ് സന്ധി സംഭാഷണം നടന്നത്. സംഭാഷണത്തിൽ അവസാനം നിബന്ധനകൾ വെച്ച്, ഈ പ്രാവശ്യം നിങ്ങൾ മടങ്ങിപ്പോകണം, പിന്നെ വന്ന് ചെയ്തോളൂ അല്ലേ. പ്രവാചകൻ ആ കരാറിൽ ഒപ്പുവെക്കുകയാണ്. പ്രവാചകൻ ഒപ്പുവെക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന് എഴുതുമ്പോ അവരാവശ്യപ്പെട്ടത് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അത് വെട്ടിയിട്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കോളൂ എന്നാ പറഞ്ഞേ. കരാർ എഴുതുന്ന അലി റളിയല്ലാഹു അൻഹു എഴുതാൻ വിസമ്മതിച്ചു. പേന ഉയർത്തി. റസൂൽ പറഞ്ഞു എഴുതി. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് എഴുതിയപ്പോ അവര് പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അത് എഴുതാൻ പറ്റൂല അല്ലേ. അവസാനം കരാർ എഴുതുകയാണ്, ഇപ്രാവശ്യം മടങ്ങണം. തലയൊക്കെ മൊട്ടയടിച്ച് അവർ മടങ്ങുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടി തല കുനിച്ച് മടങ്ങുന്ന അബൂബക്കറിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ എന്തിനാണ് ഈ കീഴടങ്ങൽ? എല്ലാ സഹാബത്തിനും അറിയാം, ഈ പോക്കൻ പോയാൽ ആ തടഞ്ഞ മക്കാരുടെ പൊടി പോലും ബാക്കി വെക്കാതെ മക്കയെ കീഴടക്കാൻ മാത്രം ശക്തിയുണ്ട് മുസ്ലിങ്ങൾക്ക്. പിന്നെ എന്തിനാ അവര് തടഞ്ഞിന് മടങ്ങിയത്? നമുക്കത് പോയിട്ട് ചെയ്തിട്ട് മടങ്ങിക്കൂടെ? എന്തിനു മടങ്ങണം? പക്ഷെ പ്രവാചകനാണ് കൽപ്പിച്ചത്, മറുചോദ്യമില്ല. അതുകൊണ്ട് അവർ പ്രവാചകന് കീഴൊതുങ്ങി, അവർ സങ്കടത്തോടു കൂടി മടങ്ങാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഞാൻ വളരെ വ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. ഈ മടക്കത്തെയാണ് ആ വിജയം എന്ന് പറഞ്ഞേ. എന്റെ ആ മടക്കത്തിന് വിജയം എന്ന് പറയാൻ കാരണം തരങ്ങൾ ഒന്ന്, ആ കരാറിൽ ഒരു ഉപാധി ഉണ്ടായിരുന്നു. അടുത്ത 10 വർഷക്കാലം മക്കയിലുള്ള ഈ ജനവിഭാഗവും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ പാടില്ല. പ്രവാചകനെ സംബന്ധിച്ച് അതൊരു വലിയ കിട്ടല. ആ 10 കൊല്ലക്കാലം മക്കക്കാരുടെ ഏറ്റുമുട്ടലുകൾ പ്രതീക്ഷിക്കാതെ സ്വതന്ത്രമായ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്താം. ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം മക്കയുടെയും അതിർത്തിയുടെയും മദീനയുടെയും അതിർത്തി കടന്ന് വിശാലമായ ഭൂഭാഗത്തിലേക്ക് ഇസ്ലാം മതം കടന്നുപോയത് ഈ കാലഘട്ടത്തിലാണ്. മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിൽ വളരെ ശക്തരാണ് എന്നറിയപ്പെടുന്ന മക്കയിലെ ഈ ഒരു ജനവിഭാഗം മദീനയിലെ മുഹമ്മദുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത തന്നെ ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങൾക്ക് വലിയ ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കി. മുസ്ലിങ്ങൾ കരുത്തുള്ളവരാണ് എന്ന ഒരു ആശയം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടു. മറ്റുള്ള ശത്രുക്കളെ പേടിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ പേടിച്ചു നിന്നിരുന്ന വ്യക്തികളും കൂട്ടങ്ങളും ഗോത്രങ്ങളുമൊക്കെ ഈ കരാറിന് ശേഷം ഇസ്ലാമിലേക്ക് കൂട്ടമായിട്ട് വരാൻ തുടങ്ങി. ഇതൊക്കെ ആ കരാർ കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. എപ്പോഴും സമാധാനമുള്ളിടത്താണ് ഇസ്ലാം അതിൻ്റെ മനോഹരമായ വളർച്ച കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം അസഹിഷ്ണുത, അശാന്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരു മുസ്ലിം ഉണ്ടാവുകയില്ല, ഇസ്ലാം മതം ഉണ്ടാവുകയില്ല. ഇസ്ലാം മതവിശ്വാസികളുടെ കൂട്ടത്തിലെ അംഗീകരിക്കപ്പെട്ട ഒരൊറ്റ സംഘടന പോലും അത് തങ്ങളാണ് ചെയ്തത് എന്ന് പറയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിനെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു സംഘം പോലും അതിനെ അപലപിക്കാതിരിക്കുകയുമില്ല.
അത്ര വലിയ തെറ്റാ ഇസ്ലാമില് നിരപരാധിയായ മനുഷ്യന്മാരെ കൊല്ലുന്നില്ല. പക്ഷേ ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കുന്ന പോലെ എല്ലാ ഭാഗത്തു നിന്നുകൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് അവരെന്നെയാണ് എന്ന് വരുത്തി തീർത്തിട്ട് അവരെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും സന്തോഷകരമായ വസ്തുത, മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യന്മാര് ഇപ്പോഴും ലോകത്തൊക്കെ ഉണ്ട്. അവര് മുസ്ലിങ്ങൾ അല്ലാതിരുന്നിട്ടും അവർ വിളിച്ചു പറയുന്ന സത്യങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വലിയ തടസ്സമാകുന്നത് എന്നത് ഏറെ സന്തോഷകരമായ വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും വ്യക്തമാക്കുക. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുകയില്ല. കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസപ്രകാരം അത് ഏറ്റവും കടുത്ത കുറ്റമാണ്. ഒരു മുസ്ലിമായി ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ലേ? ഒരിക്കലും സ്വർഗത്തിലെത്താത്ത കടും കുറ്റമാണ് ഇത്തരം കൊലപാതകങ്ങളും ഇത്തരം അതിക്രമങ്ങളും ഒരു സമൂഹത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങളുമൊക്കെ കടുത്ത കുറ്റമായിട്ട് തന്നെ ഇസ്ലാം മതം കണ്ടത്. അതുകൊണ്ട് അതിൽ ഇസ്ലാമില്ല, അതിനൊരു മുസ്ലിമുമില്ല. അതാര് ചെയ്താലും ഇനി നാളെപ്പോ അത് ചെയ്തവന്റെ പേരൊക്കെ വലിയ വലിയ പേരായിട്ട് പുറത്തു വന്നാലും നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠം പഠിച്ച ഒരാൾക്ക് ഇത്തരം നിരപരാധികളുടെ ചോരയിലൂടെ സ്വർഗത്തിലേക്ക് നടന്നു പോകാമെന്ന് മനസ്സുകൊണ്ട് പോലും വിചാരിക്കാൻ സാധിക്കാത്ത വിധം ഇസ്ലാം സമാധാനവും സഹിഷ്ണുതയും പഠിപ്പിക്കുന്ന മതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വളരെ വലിയ രൂപത്തിൽ മലീമസമാകുന്നുണ്ട്, വിഷലിപ്തമാകുന്നുണ്ട്. ഇത്തരം വാർത്തകളുടെ താഴെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയതയും ശത്രുതയും ഒക്കെ എത്ര ആഴത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ജീവിതത്തിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, സഹിഷ്ണുതയിലൂടെ, സാഹോദര്യത്തിലൂടെ ഈ വിഷമൊക്കെ മാറ്റിയെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പടച്ച റബ്ബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മതം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അത് ജീവിതത്തിൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പൂർണ്ണമായി ഹജ്ജ് നിർവഹിച്ച് മടങ്ങിപ്പോകാൻ അല്ലാഹു തആല തൗഫീഖും സാഹചര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. കടുത്ത ചൂടിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു എല്ലാ ഹാജിമാരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹജ്ജ് നിർവഹിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അതിന് സാധിക്കാതെ പോകുന്ന, സങ്കടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകൾ, അവർക്കെല്ലാവർക്കും മക്കയിലെ വിശുദ്ധമായ ഹറമിലെത്തി ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മുൻകാലങ്ങളിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു ആ ഹജ്ജിനെ പരിപൂർണമായ ഹജ്ജായി സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു വലിയ രോഗങ്ങളിൽ നിന്നും വലിയ പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ നേരത്തെ ഒരു 2-3 കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സഹോദരിയുടെ രോഗശമനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ആ സഹോദരി ICUവിലാണ്, ഇത്തിരി പ്രയാസത്തിലാണ് എന്ന ഒരു സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വെന്റിലേറ്ററിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാവട്ടെ. അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലോ ആശുപത്രിയിലോ വീടുകളിലോ ഒക്കെയുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബപരമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ റബ്ബനാ ഗ്ഫിർ ലനാ വലിവാലിദീനാ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ